തേടുവതെന്തേ സന്ധ്യേ. ആഹാ, എന്തൊരു ഭാവന, എന്തൊരു കവിത. ഇതിലവള് വീഴും ഉറപ്പാ. ഇതെന്തായിരുന്നു കുത്തി വരയ്ക്കണത്? സൂപ്പർ. പരീക്ഷയ്ക്ക് പോലും ഇങ്ങനെ കുത്തിയിരുന്ന് ചിന്തിച്ചെഴുതുന്നത് ഞാൻ കണ്ടിട്ടില്ല. നല്ല ആളാണ്. 10ാം ക്ലാസ്സിലെ കണക്ക് പരീക്ഷയ്ക്ക് ഹാർട്ട് വരച്ച ആളാണ് ഈ പറയുന്നത്. നീ പറയുന്നിടത്തോണ്ട് ഇയാൾ നീയും കൂടെ ഒരുമിച്ച് പഠിച്ചിരുന്നു. ഇയാൾക്ക് നല്ല പ്രായമുണ്ടാ. നീയൊക്കെ രണ്ടും കൂടെ എന്റെ കൂടെ വന്നിട്ട് എന്നെ ടൂക്കരുത്. ശരി എന്നാ ശരി. ഓ, എന്തൊരു ഒഴുക്കുള്ള കവിത. കൊള്ളാം. തേടുവതെന്തേ സന്ധ്യ. ഓക്കെ, എന്തൊരു കവിത. സൂപ്പർ, അടിപൊളി. തേടുവതെന്തേ സന്ധ്യ. എന്നെയാണോ അതോ എന്റെ മനസ്സിലെ നിന്നെയാണോ? ഒരു കുളിർക്കാറ്റ് പോലെ ഒഴുകുന്ന നീ എന്നെ തഴുകി കളിക്കല്ലേ ചുമ്മാ. ഇതാര് മഹാകവി വള്ളത്തോളാ കവിത എഴുതി പ്രദർശിപ്പിക്കാൻ? അവന്റെ ഒരു കവിത. ഇത് അതൊന്നുമല്ല, ഇത് മറ്റേ അവക്ക് കൊടുക്കാൻ വേണ്ടിയാ. ആർക്ക് കൊടുക്കാൻ? പിന്നെ എന്റെ ശാരിക്ക് വേറെ ആക്കാ. ഡേയ്, നീ ഇതിനു മുമ്പ് എന്തോ കൊടുക്കാൻ പോയിട്ട് എന്തോ മേടിച്ചോണ്ട് വന്നായിരുന്നല്ലോ, അതെന്തായിരുന്നത്? അത് നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിനുള്ള ഗ്വാൻഡാക്കി പൊളിച്ചത്. നിങ്ങളെ കഥ കിടത്ത്. നീ ശരിക്കും വാങ്ങിച്ച് കൂട്ടുന്നല്ലേ പല എടുത്തുന്നു. നടക്കട്ടെ. ആഹാ, മീശയൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ടല്ലോ. എവിടുന്നേലും അടി വരുന്നുണ്ടോ? ആളെ തിരിച്ചറിയാതിരിക്കണമല്ലോ അല്ലേ? അതെ അതെ അതെ, ഞാൻ ശ്രദ്ധിച്ചത്. നിന്നെ കൂടെ ചേർത്താ ഞാൻ പറഞ്ഞത്. നീയാണെങ്കി പിന്നെ മീശയെടുത്ത് മുടിയും വെട്ടി വന്ന് നിൽക്കുകയാണല്ലോ. ദയവേത് സത്യം പറ, നീയൊക്കെ കൂടെ എന്തേലും ഏണി വലിച്ചോണ്ട് വന്നിട്ടുണ്ടോ? ഞാനാണെങ്കിൽ കല്യാണം പോലും കഴിച്ചിട്ടില്ല. നിന്റെയൊക്കെ കൂടെ ഇന്ന് അടി വാങ്ങിക്ക് എനിക്ക് വയ്യ. നമ്മളില്ലേ തമ്പിയാണോ നിങ്ങളല്ലേ? ശരിയാണല്ലോ, നിങ്ങൾ ഈ രണ്ടെണ്ണം കൂടെ മീശയും തടിയൊക്കെ എടുത്ത് എങ്ങോട്ട് പോണ്? നിന്റെ കുഞ്ഞമ്മയുടെ കല്യാണാലോചന എന്തുവായിരുന്നാ? ഞാനില്ല, നിങ്ങൾ പോയിട്ടോ.